ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണ വ്ളോഗാണ് ഗൈസ്. എൻ്റെ കോളേജ് പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിൻ്റെ കല്യാണമാണ്. അപ്പോൾ കോളേജ് ഇപ്പം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 വർഷമൊക്കെ ആവാനായി ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാർ അങ്ങനെ കാണാറില്ല. ഏകദേശം ഞാനിവിടെ കൊയിലാണ്ടിയാണ് പഠിച്ചത്. കുറേ ആൾക്കാർ വടകര ആ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ്. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറില്ല. അപ്പൊ എന്റെ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ ആണെങ്കിൽ ഞങ്ങൾ കാണാറില്ല. അപ്പൊ ഞാനും മസ്ലു ബേബിക്ക് എല്ലാവരും ഇന്ന് കല്യാണത്തിന് പോകുന്നുണ്ട്. സോ ഇന്നത്തെ നമ്മളൊരു കല്യാണ വ്ളോഗാണ് ഗൈസ്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് വേഗം മാറ്റി നമുക്ക് വടകര എത്തണം. അതുകൊണ്ട് പെട്ടെന്ന് മാറ്റിയിട്ട് അങ്ങോട്ട് പോകാൻ പോവാണ്. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഗൈസ്. ഇതെന്റെതല്ല, എന്റെ ചുമീൻ്റെതാണ്. അപ്പം സോ once again welcome back to my YouTube channel. നമുക്ക് പെട്ടെന്ന് മാറ്റാം ഗൈസ്. സമയമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാറ്റാം. അതുണ്ട് ഗൈസ്. ഇന്നലെ എനിക്ക് നല്ല ഒരു എന്താ പറയാ, ഇന്നലെ ഞാൻ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേനും എനിക്ക് നല്ല രീതിക്ക് എന്താ പറയാ ഒരു പനീൻ്റെ ഒരു മട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ കല്യാണം കൊളായിരുന്നു. കാരണം എല്ലാരെയും കാണാലോ വിചാരിച്ചിട്ട് എല്ലാരെയും ഞാൻ സെറ്റാക്കി. എന്റെ കൂടെയുള്ള 3 ആൾക്കാരെ ഞാൻ സെറ്റാക്കി കൊണ്ടുവന്നപ്പോഴത്തേനും എനിക്ക് പനിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായി. ഇനിയിപ്പോൾ ഇവരെല്ലാരും വന്നിട്ട് എനിക്ക് പനി ആയിട്ടുണ്ടെങ്കിൽ കല്യാണം പോവല്ലോ എന്നുള്ള വിചാരത്തിലായി. പക്ഷെ ഇന്നലെ രാത്രി ഗുളിക ആവിയൊക്കെ പിടിച്ച് അതുകൊണ്ട് ഇത് വലിയ രീതിക്ക് കുഴപ്പമില്ല. ആഫ്റ്റർ ഒരു 3 വർഷത്തിന് ശേഷം എല്ലാരും ഉണ്ടാവുമെന്ന് അറിയില്ല. എല്ലാരെയും വിളിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ്. അപ്പം നമുക്ക് ഒരുവിധം എല്ലാവർക്കും കാണാം. സോ ഞാൻ പെട്ടെന്ന് മാറ്റിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ചായ കുടിക്കണം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ബസ് കയറി പോകണം. അപ്പം ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഇവിടുന്ന് മാറ്റിയിട്ട് കാണിക്കാം. ദിസ് ഇസ് മൈ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ പെട്ടെന്ന് ചായ പോവാൻ പോവാം. ഓക്കെ, മുടി ചിന്നച്ചിനോട് കെട്ടിത്തരുന്നത് ചോദിക്കണം. കാരണം ചിന്നച്ചി കെട്ടിത്തരുന്നത് ദോശ ആൻഡ് ചമ്മന്തി, പിന്നെ പഴം പുഴുങ്ങിയത്. നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ചായ കുടിച്ചിട്ട് വേറെ തന്നെ സമയം 9:30 മുടിയൊക്കെ കെട്ടി. പിന്നെങ്കിൽ നമുക്ക് മുടിയൊക്കെ കെട്ടിരുന്നു. നമ്മൾ വേഗം പോവാം. ദേവിക ഇവിടെ എത്തി. വിഷ്ണുമായ എന്റെ ഞങ്ങൾ വടകര എത്തിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും അറിയില്ല സ്ഥലം. വിഷ്ണുമായക്കും അറിയില്ല. വിഷ്ണുമായക്ക് അറിയാറുണ്ട്. നമ്മള് ഓഡിറ്റോറിയത്തിലേക്ക് വടകര സ്റ്റാൻഡ് ഇറങ്ങിയിട്ട് നടക്കാണ്. ഞങ്ങൾ ആ ബസ്സില് അയാൾ പറഞ്ഞ് അവിടെ നിർത്തി തരാന്ന്. പക്ഷെ ഞങ്ങൾ വിഷ്ണുമായ ഉള്ളതുകൊണ്ട് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് വീണ്ടും ഇപ്പം അങ്ങോട്ട് നടക്കണം. വിഷ്ണുമായ ഫസ്റ്റ് ഫ്രെയിമൊക്കെ അതാ
നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഞാൻ ഫസ്റ്റത്തെ സീറ്റിൽ തന്നെ ഓടി കയറി. വെയിൽ നടന്നിട്ടാണ് വിഷ്ണുവായിട്ട് പണിയാണ്. ഇതൊക്കെ ഇവിടൊക്കെ ഞാൻ മിണ്ടാണ്ട് എന്താ ഫുഡ് അടിപൊളി. ഓ അങ്ങനെ എടുക്കല്ലേ, പറയില്ല. നല്ല ഫുഡായിരുന്നു. ദേവിക വ്ലോഗാ. അപ്പൊ നമ്മള് മനസ്സിലായിരുന്നു. ഞാൻ കണ്ടിട്ടോളമായിട്ടാണ് കണ്ടിട്ടോ മനസ്സിലായി. ബൈ. ഒരു തിരക്കുള്ള ബൈ.